നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള തലസ്ഥാനത്തുള്ള നാണം കെട്ട തോൽവി ആര്യ രാജേന്ദ്രന്റെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ നീക്കം. തോൽവിയുടെ പ്രധാന ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടിയാണെങ്കിലും CPM സംസ്ഥാന നേതൃത്വം തന്നെ ആരോപണത്തിന്റെ മുന ആര്യയിലേക്ക് തിരിക്കുന്നു. ആര്യയെ പ്രചാരണത്തിന് ഇറക്കാനും CPM തയ്യാറായിരുന്നില്ല. BJP അധികാരം ഏറ്റെടുത്താലുടൻ തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതിയിൽ അന്വേഷണം വരും. എല്ലാം ആര്യയുടെ തലയിൽ മാത്രമാകും. EDയുടെ ഓഫീസിൽ നിന്നും ആര്യക്കിനി ഇറങ്ങാൻ സമയം കിട്ടില്ല. സഖാക്കൾ വെട്ടിവാരിയതെല്ലാം കേന്ദ്ര ഫണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിന് പിന്നാലെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ സഖാക്കൾ പൊട്ടിത്തെറിച്ചിറങ്ങിയിരിക്കുകയാണ്. ആര്യയുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണിതെന്നും ഇനിയെങ്കിലും പേരിൽ നിന്ന് ആ മേയർ എന്നത് അങ്ങ് മാറ്റിയേക്കൂ എന്നുമാണ് ചിലർ പറയുന്നത്. ഒന്നിലും വിവരമില്ലെങ്കിലും അഹംഭാവം, ധാർഷ്ട്യം, അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം എന്നിവയിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഇന്നത്തെ സഖാക്കൾ. BJPയുടെ ഐശ്വര്യം. എത്ര ശ്രമിച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത കോർപ്പറേഷൻ 5 വർഷം പ്രവർത്തിച്ച് BJPയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. സമാധാനമായല്ലോ ഭരിച്ചു കുട്ടിച്ചോറാക്കിയപ്പോൾ. ഇപ്പോൾ BJP അധികാരത്തിൽ കയറിയപ്പോൾ സമാധാനമായില്ലേ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. അധികാരത്തിൽ തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസിനെ മാറ്റിയതാണ് തിരിച്ചടിക്ക് കാരണമെന്ന് വഞ്ചിയൂർ മുൻ കൗൺസിലർ ഗായത്രി ബാബുവും മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു പറഞ്ഞത്. സംസ്ഥാന ചരിത്രത്തിലാദ്യമായാണ് കോർപ്പറേഷൻ ഭരണത്തിൽ NDA എത്തുന്നത്. 30 വർഷത്തോളം തുടർച്ചയായി ഇടതു കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ മുന്നേറ്റമാണ് BJP നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്താകെ അലയടിച്ച ഭരണവിരുദ്ധ വികാരത്തിൽ ഭരണസിര കേന്ദ്രത്തിലും LDFന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. LDFന്റെ പകുതിയോളം സീറ്റുകൾ BJPയും കോൺഗ്രസും പിടിച്ചെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി വരും ദിവസങ്ങളിൽ LDFനും CPMനും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കും. ചരിത്രത്തിലാദ്യമായാണ് BJPക്ക് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരിക്കാനുള്ള കളമൊരുങ്ങിയിരിക്കുന്നത്. 2020 കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കോർപ്പറേഷൻ ഭരണത്തിലേക്കാണ് ഇക്കുറി BJP കടന്നു കയറാൻ ഒരുങ്ങിയത്. വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടം മുതൽ LDFുമായി ഒപ്പത്തിനൊപ്പം പോരടിച്ചു നിന്ന NDA പിന്നീട് കുതിച്ചു കയറുകയായിരുന്നു. മുൻ DGP ശ്രീലേഖയെയാണ് BJP മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. 2015ലും 2020ലും BJPക്ക് 35 സീറ്റ് വീതമാണ് ലഭിച്ചത്. 2020 10 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ UDFും ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. K മുരളീധരൻ മുന്നിൽ നിന്ന് നയിച്ച് KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു UDFന്റെ വരവ്. അതേസമയം 2010 51 സീറ്റും 2015 43 സീറ്റും 2020 53 സീറ്റും നേടിയ LDF പകുതിയോളം സീറ്റുകൾ നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞു. കെട്ടിട നികുതി തട്ടിപ്പ് ആരോപണം, ജോലി നിയമനത്തിനുള്ള കത്ത് വിവാദം, മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും KSRTC ബസ് തടഞ്ഞെന്ന പേരിലുണ്ടായ പ്രശ്നം തുടങ്ങി തുടർച്ചയായി ഉയർന്ന വിവാദങ്ങൾ ഇടത് ഭരണസമിതിയുടെ ശോഭ കെടുത്തിയത് ഭരണസിര കേന്ദ്രത്തിൽ ജനവിധി എതിരാകുന്നതിൽ നിർണായകമായെന്ന് തന്നെ കരുതണം. കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും ഫലം സൂചിപ്പിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനും മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞത് BJPക്ക് കരുത്തായി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJP നേതാക്കളായ തിരുമല അനിലും ആനന്ദ് K തമ്പിയും മരിച്ചത് CPM തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. പാർട്ടിയുമായി ഇടഞ്ഞു നിന്നിരുന്ന MS കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചർച്ച നടത്തി. RSSും ശക്തമായി രംഗത്തുണ്ടായിരുന്നു. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ നടത്തിയ പ്രവർത്തനങ്ങളാണ് UDFന് നേട്ടമായത്. തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് UDFന് ലഭിച്ചത്. KS ശബരിനാഥ് എന്ന യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് UDFന് ഗുണമായി. ഇത് മറ്റ് 2 മുന്നണികളെയും ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇത്തവണ K മുരളീധരനെയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നത്. യുവനേതാക്കളെയും വനിതകളെയും കൂടുതലായി രംഗത്തിറക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. ഇതോടെ ആര്യ രാജേന്ദ്രന്റെ ഭാവി അവതാളത്തിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കാമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ആര്യയ്ക്ക് നിയമവും കിട്ടില്ലെന്നുറപ്പായി. വിവാദങ്ങളിലും അഴിമതിയിലും അകപ്പെട്ടതാണ് ആര്യയ്ക്ക് വിനയായത്.
കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്ന് CPM കരുതുന്നു. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന ഭയത്തിലായിരുന്നു CPM. ആര്യയെ മുന്നിൽ നിർത്തി CPM നേതാക്കൾ വെട്ടിവാരിയെങ്കിലും പാപഭാരം ആര്യയുടെ തലയിൽ മാത്രമായി ഇനി ഒതുങ്ങും. തലസ്ഥാന നഗരത്തെ മാലിന്യ കുഴിയാക്കിയതിന്റെ ഉത്തരവാദിത്തവും ആര്യയ്ക്കായി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ 1500 കോടിയും കട്ടുമുടിച്ചത് CPM നേതാക്കളാണ്. പക്ഷേ ഇനി പഴി വരുന്നതും പണി കിട്ടാൻ പോകുന്നതും ആര്യയ്ക്ക് മാത്രമായിരിക്കും. നേമത്തെ സീറ്റ് തനിക്ക് തന്നെ എന്ന് വലിയ ആശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും ഒക്കെ ഇരിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. ആനാവൂർ നാഗപ്പൻ ഗ്രൂപ്പും കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന 3 പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളിലായി തലസ്ഥാന രംഗത്തുണ്ട്. CPM ജില്ലാ സെക്രട്ടറി ചർച്ചകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായപ്പോഴാണ് കോർപ്പറേഷനിലെ കത്ത് വിവാദം ഉണ്ടാകുന്നത്. ആനാവൂർ നാഗപ്പന്റെ വിശ്വസ്തനും നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവുമായ DR അനിൽ വാർഡ് കേന്ദ്രീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട മേയറുടെ കത്തായിരുന്നു ആദ്യം പുറത്തുവന്നത്. പ്രതിരോധത്തിലായ ആനാവൂർ കത്തിന്റെ ആധികാരികത തള്ളാതെ മേയറെ പ്രതിക്കൂട്ടിലങ്ങ് നിർത്തി. തൊട്ടു പിന്നാലെ DR അനിലിന്റെ സമാനമായ കത്തും പുറത്തുവന്നു. കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പന് ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് പുറത്തുവന്നതോടെ വലിയ പൊട്ടിത്തെറി തലസ്ഥാനത്തുണ്ടായി. ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികകളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലെഴുതിയ കത്തായിരുന്നു പുറത്തുവന്നത്. ഇത് ചില്ലറയൊന്നുമല്ല ആര്യ രാജേന്ദ്രനെ വെള്ളം കുടിപ്പിച്ചത്. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകരം തട്ടിപ്പിന് പിന്നാലെ തൊഴിൽ നികുതിയും കാണാനില്ല എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. തെലങ്കാന കേന്ദ്രമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ 20 തൊഴിലാളികളുടെ 20,000-ലേറെ രൂപയാണ് കാണാതായത്. അങ്ങനെ ഒരു പണം കോർപ്പറേഷന് കിട്ടിയിട്ടേ ഇല്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ദൃശ്യമാധ്യമ വാർത്താ സംഘം ജീവനക്കാരുടെ കൂടെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയെങ്കിലും ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. ആർക്കും കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഫണ്ട് എവിടെ പോയി എന്നും എന്തിനാണ് ഓൺലൈൻ അടയ്ക്കാൻ പോയതെന്നുമായിരുന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി. ഇതുപോലെ നിരവധി പരാതികൾ തൊഴിൽ നികുതിയായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ ഉണ്ടെന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. സോണൽ ഓഫീസിൽ അടയ്ക്കുന്ന കരം ബാങ്കിൽ അടയ്ക്കാതെയാണ് ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയത്. നേമം സോണിൽ മാത്രം 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയിരുന്നത്. ഇതിൽ സൂപ്രണ്ട് S ശാന്തി അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2 സോണിലും നികുതി തട്ടിപ്പിൽ ക്രിമിനൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ആറ്റിപ്ര സോണിൽ 1 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ഇതുവരെയുള്ള വിവരം. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകരം ഒടുക്കി രസീത് കരുതാത്തവർ ബുദ്ധിമുട്ടുകയാണിപ്പോൾ. കൃത്യമായി കരമടയ്ക്കുന്ന പലരുടെയും പണം കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരം വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ ആര്യ രാജേന്ദ്രന് നേരെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ആര്യ രാജേന്ദ്രൻ ഒരു ഭരണം നടത്തുമ്പോൾ സമാന്തരമായി കോർപ്പറേഷനിൽ ആര്യയുടെ ശിങ്കിടികളും ഒരു ഭരണം നടത്തി. അവർ വലിയ തോതിലാണ് ഫണ്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത്. ആര്യ രാജേന്ദ്രനെതിരെ അതിശക്തമായ വിമർശനമാണ് ഇടതുമുന്നണി യോഗത്തിൽ CPIയും ഉയർത്തിയത്. ഇവരെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് CPI പല ആവർത്തി മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നാൽ പല ബന്ധങ്ങളും ആര്യയ്ക്ക് ഗുണം ചെയ്തു. ഈ CPM നേതാക്കളിൽ പല നേതാക്കളുമായിട്ടുണ്ടായിരുന്ന സൗഹൃദവും ആത്മബന്ധവും ഒക്കെ. ആര്യ രാജേന്ദ്രൻ സർക്കാരിന്റെ ഇമേജ് തകർത്തു എന്ന ആരോപണമാണ് ഘടകകക്ഷി നേതാക്കളും ഉയർത്തിയത്. ഇതിനു പിന്നിലും CPMലെ പലരുമുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 2000 പേരെയാണ് നഗരസഭയിൽ CPM തിരികെ കയറ്റിയത്. അഴിമതിയിലും വിവാദങ്ങളിലും കുപ്രസിദ്ധയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന ആരോപണം കാലങ്ങളായിട്ടുള്ളതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേരിൽ CPM ഉയർത്തിക്കാട്ടിയ ആര്യ രാജേന്ദ്രൻ അഴിമതിയുടെ പര്യായമായി മാറി എന്നായിരുന്നു CPMകാർ പോലും ആരോപണം ഉന്നയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വഴിവിട്ട സഹായങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമായിരുന്നു. തലസ്ഥാന നഗരത്തിലെ തിരക്കേറിയ MG റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. പ്രതിമാസം 5000 രൂപ വാടക ഇനത്തിൽ ഈടാക്കിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയത്. ദേവസ്വം ബോർഡ് കെട്ടിടത്തിൽ തുടങ്ങിയ സ്വകാര്യ ഹോട്ടലിനായിരുന്നു കോർപ്പറേഷൻ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ഉപദേശക സമിതിയുടെ തീരുമാനമായിരുന്നു ഇത്. വെറും 100 രൂപയുടെ പത്രത്തിൽ ഒരു കരാർ ഉണ്ടാക്കി ഹോട്ടൽ ഉടമ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും കരാർ പത്രത്തിൽ കണ്ണും പൂട്ടി മേയർ ഒപ്പുവെക്കുകയും ചെയ്തു. ഹോട്ടൽ ഉടമ
തലസ്ഥാനത്ത് സജീവമായ CPM നേതാവാണ്, അതുകൂടി ഓർക്കണം. ഓണസദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ ആര്യ രാജേന്ദ്രൻ തിരിച്ചെടുത്തതും വലിയ വിവാദമുണ്ടാക്കി. ശുചീകരണ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെ CPMനുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായി. നടപടി പിൻവലിക്കണമെന്ന് ആര്യ രാജേന്ദ്രന് CPM നിർദ്ദേശം നൽകിയതോടെ ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ആര്യയുടെ പാർട്ടിയുടെ വെറും അടിമയായി മാറി എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം അതിശക്തമായി. കോർപ്പറേഷനിൽ വലിയ നികുതി വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിനെല്ലാം ആര്യ രാജേന്ദ്രൻ മറുപടി പറയേണ്ടി വരും. ആര്യയുടെ ശിങ്കിടികളായ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന പല കൗൺസിലർമാർക്കുമെതിരെ, അതായത് CPMന്റെ കൗൺസിലർമാർക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ അതിശക്തമായി വാർഡ് തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. അപ്പോഴെല്ലാം അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ചത്. ഇങ്ങനെ പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയതിൽ പ്രധാനി ആര്യ രാജേന്ദ്രനാണ് എന്നുള്ള വിമർശനം അതിശക്തമായി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.